ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും തമ്മിലും ക്യാപ്ഷനോ കണ്ടിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റനിങ് ക്രീംസ് ആണ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് കാണുന്നൊരു കമൻസ് ആണ്, ഒരു നല്ലൊരു വൈറ്റനിങ് ക്രീംസ് പറഞ്ഞു തരുമോ, പിന്നെന്താ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യണം, ഫേസ് പെട്ടെന്ന് എനിക്ക് ബ്രൈറ്റൻ ആക്കണമെന്നുണ്ട്, അപ്പോൾ നല്ലൊരു വൈറ്റനിങ് ക്രീംസ് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തത് പറഞ്ഞു തരണ്ട എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് അറിയണ്ടെന്ന് വെച്ചിട്ടല്ല. വൈറ്റനിങ് ക്രീംസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വൈറ്റനിങ് ക്രീംസ് നമ്മുടെ സ്കിന്നൊട്ടും നല്ലൊരു സാധനമല്ല. വൈറ്റനിങ് ക്രീംസ് അങ്ങനെ പറയുമ്പോൾ വൈറ്റനിങ് ക്രീംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ, അത് ഭയങ്കര പ്രശ്നമായി, കിഡ്നിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വെളുത്തിട്ട് പറഞ്ഞിട്ട് നമ്മുടെ കിഡ്നിയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടൊരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സീൻ ഉണ്ടാവണേനെ കുറേ മുന്നേക്കും വരേക്കും എനിക്ക് അല്ലല്ല കുറേ മുന്നേ ആ സീൻ ഉണ്ടാവണ വരേക്കും ഞാൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ ആ എന്ത് സീനാണോ ഉണ്ടായത് ആ പ്രോഡക്റ്റിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂത്ത് ബേസിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ സ്കിന്നിൽ വിസിബിളായിട്ടുള്ള യാതൊരു പ്രശ്നവും എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. കുറേ പേര് പറയുന്നുണ്ട് ഇങ്ങനെ ആ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, പിമ്പിൾസ് ഉണ്ടാവുന്നുണ്ട്, ഫേസ് ഡാർക്ക് ആവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. വിസിബിളി ഉള്ള ഒരു ഇഷ്യൂവും എനിക്ക് ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേ കൂട്ട് പറയാനായിട്ട് ഈ ഇങ്ങനെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഒരു പ്രശ്നം വരുമെന്നുള്ളത് ശരിക്കും അങ്ങനെ ഒരു സീൻ ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇപ്പം എനിക്ക് നല്ല പേടിയായി. കാരണം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുപ്പിച്ച ഒരു 10-12 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് ഞാൻ ഒരു 1 ഇയർ അടുപ്പിച്ച് ഞാനാണെങ്കിൽ ഈ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയാട്ടോ, ഭയങ്കരമായിട്ട് ഫേസ് ബ്രൈറ്റൻ ആവും, ഭയങ്കര നല്ല നല്ല കളർ വെക്കും. നമുക്കിങ്ങനെ നമ്മുടെ ഫേസിൽ തൊടാൻ കൂടെ പറ്റില്ല, അത്രയ്ക്ക് നമ്മളിങ്ങനെ ചുമന്നു വരും പെട്ടെന്ന്, അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ നമ്മുടെ സ്കിന്നിന് അത് ഒട്ടും നല്ലൊരു കാര്യമല്ല. നമ്മൾ അത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ സ്കിന്നിന് കളർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയേഴ്സ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അന്നേരം ചിന്തിക്കില്ല. നമ്മൾ എന്താ നോക്കുമ്പോഴത്തേനും കളർ വെക്കുന്നുണ്ട്, അപ്പോൾ ഓക്കെ ഫൈൻ, നല്ലൊരു പ്രോഡക്റ്റ് ആണ്, വിസിബിളി നമുക്ക് പ്രശ്നമൊന്നുമില്ല, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്തുകൂടാ എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു സീൻ വന്ന ടൈമിലാണ്. സോ എന്നിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ സീൻ ആവുന്ന ടൈമിൽ തന്നെ ഞാനാണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സഡൻ ആയിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ പേടിയായി. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ പിന്നെ അത് യൂസ് ചെയ്തില്ല. പക്ഷേ അങ്ങനെ പെട്ടെന്ന് നിർത്തിയപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ പെട്ടെന്ന് അവരുടെ ശരിക്കുള്ള കളറിനേക്കാളും കുറേ കളർ ഒന്ന് താഴോട്ടായി, കുറേ കളർ അവരുടെ ഡിമ്മായി. അങ്ങനത്തെ ഒരു സീൻ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വന്നില്ല. എനിക്കൊരു കളർ ഉള്ളത് അതേ കൂട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഡള്ളായതൊന്നും ഇല്ല. ആൻഡ് നമ്മൾ അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡെയിലി തന്നെ 2 തവണ അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്രയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമ്പം അതേ കൂട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഡെയിലി ഇടുന്ന സാധനമാണെങ്കിൽ പിന്നെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇട്ട് അതങ്ങനെ ഒരാഴ്ച പോയി, അത് കഴിഞ്ഞൊരു 3 days ആയി, അങ്ങനെ അങ്ങനെ കുറച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഒരു യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. പക്ഷെ ഞാൻ അതൊന്നും കൊടുത്തില്ല. ആൻഡ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനൊക്കെ വന്ന സമയത്ത് ഞാനാണെങ്കിൽ പോയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തപ്പം ദൈവം സഹായിച്ച് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ആ ഒരു വൈറ്റനിങ് ക്രീംസിൻ്റെ സാധനമൊക്കെ ഞാൻ അവിടെ വെച്ച് നിർത്തി. അതിനുശേഷം ഞാൻ പിന്നെ വൈറ്റനിങ് ക്രീംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും അതിനുശേഷം ഞാനാണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി ചെയ്യും. പിന്നെ ആ സ്കിൻ കെയർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്തത് വൈറ്റമിൻ സി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി സെറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിൽ പ്രത്യേകിച്ച് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. അപ്പോൾ ഇഷ്യൂ ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസ് വാഷൊക്കെ വൈറ്റമിൻ സിൻ്റെയാണ്. ഈ വൈറ്റമിൻ സി ഇടുന്നത് കൊണ്ട് എൻ്റെ ഫേസിൽ നല്ല ബ്രൈറ്റൻ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അതേ കൂട്ടി ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇടാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും എൻ്റെ കളർ അതേ കൂട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
ആൻഡ് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നല്ലതായിരിക്കും, സൂപ്പർ ആയിരിക്കും. പക്ഷേ എന്താ നമ്മളുടെ അതിനെ എത്രത്തോളം അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചില ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബ്രൈറ്റൻ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ ടാൻ ഒക്കെ പോയിട്ട് ബ്രൈറ്റൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നല്ല സിറോ ആണ്. നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വൈറ്റമിൻ സി. അല്ലാണ്ട് ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഈ വൈറ്റനിങ് ക്രീംസ് ഒന്നും യൂസ് ചെയ്യാത്തതാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വൈറ്റനിങ് ക്രീംസിന്റെ കാര്യം കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി നല്ലൊരു വൈറ്റനിങ് ക്രീം പറയുമെന്ന്. അപ്പം ഞാൻ കൂടുതലും അതിനെ പറ്റിയിട്ട് പറയാത്തത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ കുറേ കമന്റ്സ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ അതിട്ടത് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇപ്പം വിസിബിളി ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് അങ്ങനെയൊന്നും എനിക്ക് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അതുകൂട്ടാവണമെന്നില്ല. സോ നിങ്ങളത് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. അതേക്കൂട്ട് തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നുണ്ടോയെന്ന്. ഞാൻ ഇതുവരെ ഗ്ലൂട്ടാത്തയോണൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആകെ ഇങ്ങനെ സ്കിന്നാണെങ്കിൽ കുറച്ച് ബ്രൈറ്റൻ ആവാൻ വേണ്ടി ഞാൻ ആകെ യൂസ് ചെയ്തത് ഈ വൈറ്റനിങ് ക്രീം ആയിരുന്നു. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ വൈറ്റനിങ് ക്രീംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വൈറ്റനിങ് ക്രീംസിന്റെ ഒക്കെ സീൻ ആയപ്പോഴത്തേനും മിക്കുള്ളവരും പറഞ്ഞൊരു കാര്യമാണ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് യൂസ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്തവർക്കാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഒറിജിനൽ യൂസ് ചെയ്തവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റനിങ് ക്രീംസ് നിങ്ങൾക്ക് സ്കിന്നൊക്കെ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഗ്ലൂട്ടതാണൊക്കെ നമ്മൾ തോന്നിയത് കൂട്ട് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യരുത്. ഉറപ്പായിട്ടും അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കണ്ടിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ സ്കിന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഗ്ലൂട്ടതാണൊക്കെ ആണെങ്കിലും എടുക്കാവൂ. അത് നമ്മളിങ്ങനെ ടാബ്ലറ്റ് ആയിട്ടുണ്ട്, കഴിക്കണുണ്ട്. അല്ലാണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഗ്ലൂട്ടതാണൻ്റെ ക്രീമായിട്ട് കിട്ടും, നമ്മൾ കഴിക്കണുണ്ട്, ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കണുണ്ട്. സോ അത് നിങ്ങൾ അവരെ കണ്ടതിന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവർ പറയുന്ന അനുസരിച്ച് ഫോളോ ചെയ്ത് മാത്രമേ അത് യൂസ് ചെയ്യാവൂ. പിന്നെയെന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ കുറച്ച് എൻ്റെ കളർ കുറച്ച് ഡള്ളായിട്ടിരുന്നതാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ടാൻ ഒക്കെ അടിച്ചിട്ടാണ് എൻ്റെ സ്കിൻ അങ്ങനെ ഇരുന്നത്. കാരണം ഞാൻ എൻ്റെ സ്കിൻ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. ഒരു 10th വരേക്കും ഞാൻ ഒട്ടും കെയർ ചെയ്യത്തില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ കെയർ ചെയ്ത് തുടങ്ങിയത്, സ്കിന്നെ കെയർ ചെയ്ത് തുടങ്ങി. എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന കാരണം ഞാൻ കെയർ ചെയ്ത് തുടങ്ങിയത്. സോ അന്നേരത്തേനും കെയർ ചെയ്തപ്പോഴത്തേനും അതിൻ്റെ സ്കിന്ന് പുറത്തോട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഈ വൈറ്റനിങ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു. അതാരും മേടിച്ചങ്ങനെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഇങ്ങനെ അവർ ഉറപ്പായിട്ടും പ്രോഡക്റ്റ് തരുന്നവർ നമ്മുടെ അടുത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിലോട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനിങ്ങനെ ഈ കമൻസിനൊന്നും ഞാൻ അധികം റിപ്ലൈ അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഈ കമൻസ് ഒക്കെ കാണുമ്പോഴത്തേനും അത് നിങ്ങൾ കുറേ പേരെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല. കാരണം എനിക്കറിയാം ഞാൻ എന്താണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് കാര്യം എനിക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, ഫ്രണ്ട്സിനറിയാം. സോ എനിക്കതെന്നെ ബോധർ ചെയ്യുന്നൊരു കാര്യമല്ല. ഞാൻ അതുകൊണ്ട് തന്നെ കമൻസ് ഒന്നും ഞാൻ അങ്ങനെ ഇടുന്നിട്ടിങ്ങനെ അയ്യോ ഇവരെന്താ ഈ പറയുന്നത്, അയ്യോ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എടുക്കാറില്ല സംഭവം. അപ്പോൾ ഇങ്ങനെ കുറേ കമൻസ് വന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിനകത്താണെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇങ്ങനെ തോന്നിവാസം പറയാനല്ല. ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊളാബറേഷനോ പ്രൊമോഷനോ ഒക്കെ വരുന്നത് മെയിൽ വഴി ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിലൊരു മെസ്സേജ് എനിക്ക് വന്നതാണ്, നിനക്കൊന്നും തിരിച്ച് പറയാനില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും കമന്റ്സ് ഇട്ടിട്ട് നീ ആണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാത്തതെന്ന്. എനിക്ക് മനസ്സിലാവില്ല. എന്താ ഞാൻ റിപ്ലൈ തരാത്തതിന്റെ വിഷമമാണോ? അതും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് എൻ്റെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പൊ അതിനെനിക്ക് റിപ്ലൈ തരേണ്ട റിപ്ലൈ തരാണ്ടിരിക്കേണ്ട കാര്യം എന്താ, ഞാൻ ഉറപ്പായിട്ട് എനിക്ക് റിപ്ലൈ തരും. പക്ഷെ നീ ഇന്നാളെ പോലെ എന്നെ പോലെ ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അതിനൊന്നും എനിക്ക് നിങ്ങളോട് ആൻസർ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ എല്ലാവരും ഇത് പറയുന്നില്ല, കുറേ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ.
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾ വന്നിട്ട് അവരുടെ അടുത്ത് അങ്ങനെയല്ല എല്ലാവരും ഇതേ കൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല നല്ല കമന്റ്സ് നിങ്ങൾ ഇടുന്നതാണ് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയാൻ വരുന്നവരോട് മാത്രമാണ്. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ്സ് എനിക്ക് ഇട്ടത് കൊണ്ട് എന്നെ അത് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഞാൻ ഇങ്ങനെ കമന്റ്സ് ഇടുന്ന ഇങ്ങനെ നോക്കത്തില്ല, അയ്യോ അവരെന്നെ ഇങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കമന്റ്സ് ഞാൻ ഇങ്ങനെ നോക്കുന്ന ഒരാളല്ല. സോ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ കമന്റ് അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കത്തില്ല. ചിലപ്പോൾ ഞാൻ കാണുന്ന എന്തിനേലും ആയിരിക്കും അവരെന്തായാലും ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ ഇനി എന്തൊരു ചെയ്യും, നിർത്തിയിട്ട് പോയാലോ, ഞാൻ ഇങ്ങനെ ഒന്നും തിങ്ക് ചെയ്യത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ. സോ എനിക്ക് വന്ന് പിന്നെ പറയുകയാണ് ഫുള്ള് കോപ്പിയാണ്. ഞാൻ ഒരു ഗെറ്റ് ഡേ വിത്ത് മീ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ റീൽസിനകത്ത്. സോ അതിനകത്താണെങ്കിൽ ഞാൻ ഒരു തട്ട് വിടുന്ന ഒരു റീൽസ് അല്ല ഗൈസ്, സോറി, എൻ്റെ യൂട്യൂബിനകത്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്സിൽ ഒരു തട്ട ഇടുന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണെങ്കിൽ വന്ന കമൻസ് ആണ്, ഇതേ സെയിം വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീനെ, ഇതേ സെയിം വീഡിയോ ഇന്ന ആളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, നീ അവരെ കണ്ട് കോപ്പി അടിക്കുകയല്ലേ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളുടെ കോണ്ടന്റ് ഞാനെടുത്ത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾക്കത് പറയാം, ഞാനിപ്പോൾ ആ ആളിനെ കോപ്പി അടിക്കാമെന്ന് പറയാം. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ അത് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ്. ഒരു സമയം നല്ല ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് തന്നെ പോകുന്ന ഒരു സംഭവമാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ. സോ അത് എല്ലാവരും ഒരുങ്ങുമ്പം, ഇപ്പൊ എല്ലാവരും റെഡി എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരുങ്ങാൻ പറ്റണം, എല്ലാവരും മിക്കുള്ളവരും ബേസിക് സ്കിൻ കെയർ അറിയാവുന്നവരെല്ലാവരും ഒരേ സ്റ്റെപ്സ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുക. ഫേസ് വാഷ് ഇടുന്നു, അല്ലെങ്കിൽ ടോണർ ഇടുന്നു, അത് കഴിഞ്ഞ് സീറോ ഇടുന്നു, മോയ്സ്ചറൈസർ, അങ്ങനെ സൺസ്ക്രീൻ. ഇത് അറിയുന്നവരെല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക, ബേസിക് സ്കിൻ കെയർ അറിയുന്നവരെല്ലാവരും. സോ അതേ സാധനം തന്നെ ഞാനും ഫോളോ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്ന ആള് ഗെറ്റ് റെഡി ചെയ്തപ്പോഴത്തേനും ഈ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്തത്, സോ ഞാനും അത് ഫോളോ ചെയ്യാം എന്നല്ല. ഇപ്പം എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്ന ആ ആളിനെ ആണെങ്കിലും അവർക്കറിയാം സ്കിൻ കെയർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അവർ അതിൻ്റെതായ രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്. അതേ കൂട്ട് സ്കിൻ കെയർ ചെയ്യുന്ന എനിക്കും സ്കിൻ കെയർ അത്യാവശ്യം ബേസിക് സ്കിൻ കെയർ ചെയ്യാൻ അറിയുന്നത് കൊണ്ട് ഞാനും എൻ്റെ സ്റ്റെപ്സ് അല്ല, ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്സ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം അതിലും വന്നിട്ട് ഇത്രയും ബോധമില്ലാതെ ആരാണ് ഇങ്ങനെ പറയണതെന്ന് ഞാൻ ഇത്രയും ബോധമില്ലാണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീക്കകത്ത് പോലും വന്നിട്ട് ഇന്ന ആളുടെ കോണ്ടന്റ് ആണെന്ന് പറയാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. അതിലും കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അതിലും കുറെ ആൾക്കാർ കമന്റ്സിൽ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഗെറ്റ് റെഡി വിത്ത് മീ ആകുമ്പോഴത്തേനും അത് ഇന്ന രീതിക്കാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് റെഡിയല്ല. അവർക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇത് കോപ്പിയാണെന്ന് പറയണം. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് എല്ലാവരും ഒരേ കൂട്ടാണ്, മിക്കുള്ളവരും ഒരേ കൂട്ടം, അറിയുന്നവരെല്ലാവരും ഒരേ കൂട്ട് തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കിൻ കെയർ. അതേപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇപ്പൊ എല്ലാവരും സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മിക്കുള്ളവർ അതിന് ശേഷം എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യും. ഞാൻ അങ്ങനത്തെ സാധനം യൂസ് ചെയ്തില്ല. ഞാൻ ചിലപ്പോൾ ഒന്നുകിൽ കണ്ണമിടുന്ന ഐഷാഡോയോ അല്ലെങ്കിൽ ടിൻ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ഐയൊക്കെ ലൈൻ ചെയ്തിട്ട് അത്രയൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണോ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങൾ അത് വന്നിട്ട് വീണ്ടും വന്നിട്ട് കോപ്പി എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ റിപ്ലൈ തരാണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങളിങ്ങനെ കരയുണ്ട്. നല്ല നല്ല കമൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. അപ്പം ഞാൻ ഇതിനെ വെച്ചിട്ട് ഇത് വീഡിയോ ആക്കണ്ട എന്ന് വെച്ചാൽ ഇത് മൈൻഡ് ആക്കണ്ട, എനിക്കെന്തോ ഇതിനൊന്നും വന്നിട്ട് ആൻസർ പറയണമെന്ന് എനിക്കൊരു മൈൻഡില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ വലുതായിട്ട് വന്ന് സംസാരിക്കാതെ. ഇനിയിപ്പോൾ എനിക്ക് എന്തെല്ലാം നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കാത്തൊരു കാര്യം വെച്ചാൽ എനിക്ക് ഇതിനൊന്നും റിപ്ലൈ തരണമെന്ന് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ എൻ്റെ കമൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, മിക്കുള്ളതും ഇങ്ങനത്തെ കുറേ കമൻസ് ആണ്. എന്നെ അത് ബോധറാക്കുന്ന കാര്യമല്ല. സോ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചാണ്. പിന്നെ ഇപ്പം ഈ മെയിലും കൂടെ വന്നപ്പോഴാണ് ഞാൻ ഓർത്തെ ഇതും കൂടെ പറഞ്ഞു നിർത്താന്ന്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇനി സംസാരിക്കാൻ നിൽക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ഫോണാണ്, ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്, എൻ്റെ ചാനലാണ്. അപ്പം ഞാനിത് പബ്ലിക്കായിട്ടൊരു സാധനം ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ തോട്ട്സ് എൻ്റെ കമൻറ്റ് ബോക്സ് ഇടാനുള്ള റൈറ്റ് നിങ്ങൾക്കും ഉണ്ട്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇട്ടോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതിപ്പം നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പം എൻ്റെ ഇഷ്ടം എൻ്റെ അമ്മേൻ്റെ ഇഷ്ടവും വേറെയാണ്, രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടങ്ങളാണ്. സോ അതേ കൂട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടത്, ഓക്കെ ഫൈൻ, എനിക്കതിൽ പ്രശ്നമില്ല. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ വൈറ്റനിങ് ക്രീംസിൻ്റെ കാര്യവും ഇതും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഞാൻ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.